നമ്മൾ മറ്റൊരാൾക്ക് എഴുതി കൊടുത്ത സ്വത്ത് അയാൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് എടുക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് മാതാപിതാക്കൾ മക്കൾക്ക് എഴുതി കൊടുത്ത സ്വത്ത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. നമസ്കാരം. ഔട്ട് ഓഫ് കോർട്ട് കൗൺസിലിംഗ് സെന്ററിന്റെ ഒരു പുതിയ ലീഗൽ ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു കുടുംബാംഗങ്ങൾക്കിടയിലുള്ള ചില കൈമാറ്റങ്ങളെ കുറിച്ചിട്ട്. ഗിഫ്റ്റ് ഡീഡ്, റിലീഫ് ഡീഡ് എന്നറിയപ്പെടുന്ന റിലീസ് ഡീഡ്, ഒപ്പം തന്നെ സെറ്റിൽമെന്റ് ഡീഡ്, ധനനിശ്ചയാധാരം, അതല്ലെങ്കിൽ ഗിഫ്റ്റ് അഥവാ ഇഷ്ടദാനം, ദാനാധാരം, ഒഴിമുറി എന്നറിയപ്പെടുന്ന റിലീഫ് ഡീഡ് അല്ലെങ്കിൽ റിലീസ് ഡീഡ്. ഞാനിത് റിലീസ് ഡീഡ് എന്നൊരു വാക്ക് പ്രയോഗിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാരൊക്കെ എൻ്റെ മിക്കറ്റ് കയറാൻ മാത്രമുണ്ടായിരുന്നു. അപ്പോൾ റിലീസ് ഡീഡിനെ റിലീഫ് ഡീഡ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഒരു ആശ്വാസദായകമായ ഒരു കൈമാറ്റമായതുകൊണ്ടാണ് അതിന് റിലീഫ് ഡീഡ് എന്നൊരു പേരിലൂടെ അറിയപ്പെടുന്നത്. ഞാൻ ആ പേരാണ് ഹൈലൈറ്റ് ചെയ്യുന്ന പറഞ്ഞു ചിലർ വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്നത്തെ ചോദ്യം ഇതാണ്: നമ്മൾ എഴുതി കൊടുത്തൊരു സ്വത്ത് എങ്ങനെയാണ് നമുക്ക് തിരിച്ചു കിട്ടുക? വളരെ സാങ്കേതികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണ് നമ്മൾ മറ്റൊരാൾക്ക് എഴുതി കൊടുത്ത സ്വത്ത് തിരിച്ച് മേടിക്കുവാൻ. അതായത് മാതാവോ പിതാവോ തങ്ങളുടെ കുട്ടികൾക്ക് ഒരു സ്വത്ത് എഴുതി കൊടുക്കുന്നു. അതിനുശേഷം ഒരു സമയത്ത് തോന്നുകയാണ് തിരിച്ചെടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റായികയില്ല. പക്ഷേ അതിന് കുറച്ച് കോർട്ട് പ്രൊസീഡിങ്സുകളുണ്ട്. സുപ്രധാനമായും ഇതിൽ ഏറ്റവും സുപ്രധാനമായ പരിപാടി, ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഉഭയസമ്മതപ്രകാരം എഴുതി വാങ്ങിക്കുക എന്നുള്ളതാണ്. അതായത് മാതാപിതാക്കൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് സ്വത്ത് എഴുതി കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ശരിയാവുന്നില്ല. അയാളോട് പറയുകയാണ്, നീ എനിക്ക് തിരിച്ചെഴുതി തരണമെന്ന് പറയുന്നത്. അയാൾ ഉഭയസമ്മതം, അയാളുടെ സമ്മതങ്ങൾ ഉണ്ടെങ്കിൽ, പരസ്പര സമ്മതത്തോടുകൂടി ആണെങ്കിൽ വളരെ എളുപ്പമാണ്. ഒരു കോടതിയിലും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെ പറയുമ്പോൾ എഴുതി കൊടുത്ത സ്വത്ത് ഒരു മക്കളും തിരിച്ചു തരികയില്ല. പിന്നെ എപ്പോഴൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കോടതി നമ്മൾ എഴുതി കൊടുത്ത സ്വത്ത് നമുക്ക് തിരിച്ചു തരുവാൻ നമ്മളെ സഹായിക്കുക? സുപ്രധാനമായും 4 സാഹചര്യങ്ങളിലാണ് കോടതി നമ്മളെ ഈ കാര്യത്തിൽ സഹായിക്കുക: അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, കോറിഷൻ, മിസ്റെപ്രസെന്റേഷൻ. ആദ്യത്തെ നേരത്തെ പറഞ്ഞാൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, നിങ്ങളെ സ്വാധീനിക്കുകയാണ്. ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ സ്വാധീനിച്ച്, നിങ്ങളെ ഭയപ്പെടുത്തി സ്വത്ത് സ്വന്തമാക്കിയാൽ, കൈക്കലാക്കി കഴിഞ്ഞാൽ. രണ്ടാമത് കോറിഷൻ, നിർബന്ധിച്ചുകൊണ്ട്, നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ചുകൊണ്ടാണ് ആ സ്വത്ത് സ്വന്തമാക്കുന്നതെങ്കിൽ. 3, വഞ്ചനാപരമായിട്ട്, ഫ്രോഡ്, ഏതെങ്കിലും രീതിയിൽ വഞ്ചിച്ചുകൊണ്ടാണ് നിങ്ങളെ അത്തരത്തിലുള്ള സ്വത്ത് കൈക്കലാക്കുന്നതെങ്കിൽ. 4, മിസ്റെപ്രസെന്റേഷൻ, ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച്, വേറെ ആളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം മിസ്റെപ്രസെന്റേഷന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ വന്ന് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് അവിഹിതമുണ്ടായ ഒരു കുഞ്ഞാണ്, ഒരുപക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിലേഷനൊക്കെ ഉണ്ടായിരുന്നേക്കാം, നിങ്ങളത് വിശ്വസിക്കുകയാണ്, പ്രായമായ ആളാണ് വിശ്വസിക്കുകയാണ്, അയാൾ നിങ്ങളുടെ മകനാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ സ്വത്ത് എഴുതി കൊടുക്കുന്നത്. പക്ഷേ അയാൾ നിങ്ങളുടെ മകനല്ല എന്ന് കോടതി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വത്ത് കിട്ടും. പിന്നെ ഭയപ്പെടുത്തി, സ്വാധീനിച്ചെന്നൊക്കെ 2 സ്വാധീനങ്ങളുണ്ട്. നമ്മളെ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മളെ സുഖിപ്പിച്ചൊക്കെ എഴുതിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫ്രോഡ്, വഞ്ചിച്ചുകൊണ്ട്, നമ്മൾ ഏതെങ്കിലും രീതിയിൽ വഞ്ചിച്ചുകൊണ്ട് സ്വന്തമാക്കുക. ഇങ്ങനെ 4 രീതിയിലാണ്